My dear students, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ്. അതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഡ്വഞ്ചറസ് ഇൻ എ ബനിയൻ ട്രീ. അഡ്വഞ്ചറസ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നാം പഠിക്കുന്നത്. വളരെ പ്രധാനമുള്ള ഒരു ആക്ടിവിറ്റീസ് ആണ് ലാംഗ്വേജ് ആക്ടിവിറ്റീസ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ക്ലാസ് നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. ലാംഗ്വേജ് ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് ബൈഹാർട്ട് ആവുന്നത്. ഇന്ന് നാം പറയുന്ന ആക്ടിവിറ്റീസ് ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ആണ്. ലാംഗ്വേജ് ആക്ടിവിറ്റീസ് അത് നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 33 പേജ് നമ്പർ 33 നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാംഗ്വേജ് ആക്ടിവിറ്റീസ്. അതിൻ്റെ അടിയിൽ ആക്ടിവിറ്റി 1. എന്താണ് ആക്ടിവിറ്റി 1 പറയുന്നത്? There are 4 sentences in English language. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 4 സെന്റൻസുകളുണ്ട്. 4 സെന്റൻസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളത്. നമ്മൾ ഓരോ സെന്റൻസുകളും കൃത്യമായി പഠിക്കുകയാണ്. പരീക്ഷയ്ക്ക് നമുക്ക് ഒരുപാട് സെന്റൻസുകൾ തന്നിട്ട് നമ്മളോട് പറയും അതിലെ ലാംഗ്വേജ് ആക്ടിവിറ്റീസിനെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 4 സെന്റൻസുകൾ എങ്ങനെയാണെന്ന് നമുക്ക് തിരിയണം. ഒന്നാമത്തെ ലാംഗ്വേജ് ആക്ടിവിറ്റീസിലെ ആക്ടിവിറ്റി 1 ഒന്നാമത്തെ സെന്റൻസിന്റെ പേരാണ് അസേർട്ടീവ് സെന്റൻസ്. അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലോങ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് it is a sentence which makes a statement or assertion is called a statement assertive sentence. assertive sentence എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ട് ഡെഫിനിഷൻ ആണ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ആണ് അതിന്റെ ഷോർട്ട് ഡെഫിനിഷൻ. അപ്പൊ അതിന്റെ ഷോർട്ട് ഡെഫിനിഷൻ പഠിച്ചാൽ മതി. സ്റ്റേറ്റ്മെന്റ്. ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് what is the assertive sentence? എന്താണ് നമ്മൾ പറയുന്നത്? it is a statement. അതൊരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അസേർട്ടീവ് സെന്റൻസിന്റെ ഡെഫിനിഷൻ ആണ് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ഐ ആം എ ടീച്ചർ, യു ആർ എ സ്റ്റുഡന്റ്, മൈ ഫാദർ വർക്ക്സ് ഇൻ ദുബായ്. മൈ ഫാദർ വർക്ക്സ് ഇൻ ദുബായ്. എന്താണ്? ഐ ആം എ ടീച്ചർ പ്രസ്താവിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ പ്രസ്താവന എന്നാണ്. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. യു ആർ എ സ്റ്റുഡൻസ്, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. മൈ ഫാദർ വർക്ക്സ് ഇൻ ദുബായ്, എന്റെ ഫാദർ ദുബായിൽ ജോലി ചെയ്യുന്നു. ഒരു പക്ഷേ അസേർട്ടീവ് സെന്റൻസ് ചില വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷേ പണിയുണ്ടാവും. അതിലെ സിമ്പൽ എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ആണ്. ഫുൾ സ്റ്റോപ്പ് ആണ് അതിലെ സിമ്പൽ ആയിട്ട് നാം കൊടുക്കുന്നത്. ഇനി ചില കുട്ടികൾക്ക് അസേർട്ടീവ് സെന്റൻസ് കണ്ടാൽ ഇത് സ്റ്റേറ്റ്മെന്റ് ആണോ തിരിയാത്ത കുട്ടികൾ ഉണ്ടാവാം. അവർക്ക് വേണ്ടി ഞാൻ ഒരു ഈസി വേ പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ് വിത്ത് സബ്ജക്റ്റ്. സ്റ്റാർട്ടിങ് വിത്ത് സബ്ജക്റ്റ് അഥവാ ഒരു സെന്റൻസ് തുടങ്ങുന്നത് സബ്ജക്റ്റ് കൊണ്ടാണെങ്കിൽ അതിനെ നമുക്ക് അസേർട്ടീവ് എന്ന് പറയാം. ഏതാണ് സബ്ജക്റ്റ്? ഐ, യു, they, we. I, you, they, we. അതുപോലെ തന്നെ she, he, it, name. I, you, they, we. she, he, it, name. ഇവകളാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ ആ സെന്റൻസിനെ വിളിക്കപ്പെടുന്ന പേരാണ് അസേർട്ടീവ് സെന്റൻസ്. ഇനി നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഐ ആം എ ടീച്ചർ, ഇത് തിരിയാത്തൊരു കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഐ കൊണ്ടാണ് തുടങ്ങിയത്. എന്തുകൊണ്ട് തുടങ്ങി? ഐ കൊണ്ട് തുടങ്ങി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അയ്യോ ദേവി, ഷീ, ഹി, ഇറ്റ്, നെയിം. അതുകൊണ്ട് തുടങ്ങിയതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ സെന്റൻസ് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഐ കൊണ്ടാണ്.
ഈ സെന്റൻസ് തുടങ്ങിയത് ഏത് കൊണ്ടാണ്? യു കൊണ്ടാണ്. ഈ സെന്റൻസ് തുടങ്ങിയത് ഏത് കൊണ്ടാണ്? മൈ ഫാദർ. മൈ ഫാദർ അത് നെയിമിനെ സൂചിപ്പിക്കുന്നതാണ്, നെയിമാണ്. അപ്പൊ ഇത് സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങിയത് കൊണ്ടാണ് നമ്മൾ എന്താണ് ഇതിന് അസേർട്ടീവ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ആണ് സ്റ്റേറ്റ്മെന്റ്. ഇനി നിങ്ങൾ നേരെ പുസ്തകത്തിലേക്ക് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ പേജ് നമ്പർ 33 നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതില് അസേർട്ടീവ് സെന്റൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അസേർട്ടീവ് സെന്റൻസ് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അസേർട്ടീവ് സെന്റൻസ് നിങ്ങൾക്ക് മേക്ക് സെൻസ് ആയാൽ, നിങ്ങൾക്ക് മനസ്സിലായാൽ അതിന്റെ നേരെ എഴുതി കൊടുക്കുക അസേർട്ടീവ് സെന്റൻസ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എന്നാണ് എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ അസേർട്ടീവ് സെന്റൻസ് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ സെന്റൻസ് ആണ് ഇംപെറേറ്റീവ് സെന്റൻസ്. ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് എ സെന്റൻസ് വിച്ച് മേക്സ് എ കമാൻഡ് ഓർ റിക്വസ്റ്റ് ഈസ് കോൾഡ് എ ഇംപെറേറ്റീവ് സെന്റൻസ്. അതിന്റെ ഷോർട്ട് നാമമാണ്. ഇത്ര വലിയത് നമ്മളെന്താണ് ആകെ ഷോക്കായിട്ട് ഇതെനിക്ക് പഠിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയണ്ട. അതിന്റെ ഷോർട്ട് നാമമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്. എന്താ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്യുക, കൽപ്പിക്കുക. റിക്വസ്റ്റ് നമുക്ക് എല്ലാവർക്കും റിക്വസ്റ്റ് അറിയാം, അപേക്ഷ. സെന്റൻസുകൾക്കാണ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇംപെറേറ്റീവ് സെന്റൻസിന്റെ ഷോർട്ട് നാമമാണ് കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്. അതിന്റെ എക്സാമ്പിൾ ഓപ്പൺ ദ വിൻഡോ, പ്ലീസ് ഗീവ് മീ ദാറ്റ് ബുക്ക്. പ്ലീസ് ഗീവ് മീ, പ്ലീസ് ഗീവ് മീ ദാറ്റ് ബുക്ക്. എന്താണ് അർത്ഥം? ഓപ്പൺ ദ വിൻഡോ. എന്താ ഓപ്പൺ ദ വിൻഡോ എന്ന് പറഞ്ഞാല് ജനൽ തുറക്ക്, അതൊരു ഓർഡറിംഗ് ആണ്. അതുപോലെ തന്നെയാണ് പ്ലീസ് ഗീവ് മീ ദാറ്റ് ബുക്ക്, ദയവ് ചെയ്ത് ആ പുസ്തകം എനിക്കൊന്ന് താ, അതൊരു റിക്വസ്റ്റ് ആണ്. ഇനി ഇത് ഇംപെറേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പ്രയാസമുണ്ടെന്നെങ്കിൽ ഞാൻ വീണ്ടും ഒരു ഈസി വേ പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ് വിത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വേർബ് ആണ്. വേർബ് കൊണ്ട് തുടങ്ങുന്നതാണ്, ഒരു ആക്ഷൻ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും ഇംപെറേറ്റീവ് സെന്റൻസ്. നിങ്ങൾ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്ക്. ഓപ്പൺ, ഓപ്പൺ എന്ന് പറയുന്നത് തുറക്കുക എന്നുള്ളൊരു വേർബാണ്. ആ വേർബ് കൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ ഗീവ് അതൊരു വേർബാണ്, നൽകുക അതൊരു വേർബാണ്, അതുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പൊ ഇംപെറേറ്റീവ് സെന്റൻസ് മനസ്സിലാവാനുള്ള പോം വഴി എന്താണ്? സ്റ്റാർട്ടിങ് വിത്ത് സബ്ജക്റ്റ്, സ്റ്റാർട്ടിങ് വിത്ത് വേർബ്. അസേർട്ടീവ് സെന്റൻസ് മനസ്സിലാവാനുള്ള പോം വഴി എന്താണ്? സ്റ്റാർട്ടിങ് വിത്ത് സബ്ജക്റ്റ്. രണ്ടും തിരിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ രണ്ടിലും യൂസ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ആണ്. ഇവിടെയും ഫുൾ സ്റ്റോപ്പ് ആണ് കൊടുക്കുന്നത്, ഇവിടെയും ഫുൾ സ്റ്റോപ്പ് ആണ് കൊടുക്കുന്നത്. ഇനി നെഗറ്റീവ് വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഉണ്ടാവും, നെഗറ്റീവിന്റെ സിമ്പൽ ഉണ്ടാവും. ഏതാ നെഗറ്റീവിന്റെ സിമ്പല്? ഇപ്പൊ ഓപ്പൺ ദി വിൻഡോ, അതിന്റെ നെഗറ്റീവ് സിമ്പൽ ആണ് ഡോണ്ട് ഓപ്പൺ ദ വിൻഡോ. പ്ലീസ് ഗീവ് മീ ദാറ്റ് ബുക്ക്. ഒന്ന് നിങ്ങൾ കൂടെ പറഞ്ഞോളൂ. പ്ലീസ് ഡോണ്ട് ഗീവ് മീ ദാറ്റ് ബുക്ക്. കം ഹിയർ, ഡോണ്ട് കം ഹിയർ. Okay, stand up, don't stand up. Speak there, don't speak there. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പോസിറ്റീവ് ഓർ നെഗറ്റീവ് വേർബ്. സ്പീക്ക് ദർ, സ്പീക്ക് പോസിറ്റീവ് ആണ്, വേർബ് ആണത്. ഡോണ്ട് സ്പീക്ക് ദർ അത് നെഗറ്റീവ് വേർബ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അസേർട്ടീവ് സെന്റൻസ് പഠിച്ചു, അതുപോലെ തന്നെ ഇംപെറേറ്റീവ് സെന്റൻസ് പഠിച്ചു. ഇനി നാം പഠിക്കാൻ പോകുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്താ? ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാല്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെന്റൻസ്, ഇറ്റ് ഈസ് എ സെന്റൻസ് വിച്ച് ആസ്ക് എ ക്വസ്റ്റ്യൻ ഈസ് കോൾഡ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന, ചോദ്യം ചോദിക്കാൻ പറ്റുന്ന സെന്റൻസുകൾ അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് അവിടുത്തെ സിമ്പിൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്സ് കാണും. വേറെ നമ്മളൊന്നും നോക്കണ്ട, അറിയാത്ത കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്വസ്റ്റ്യൻ മാർക്സ് കണ്ടാല് ഇവിടെ ക്വസ്റ്റ്യൻസ് മാർക്സ് കണ്ടോ. അപ്പൊ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ക്വസ്റ്റ്യൻ സെന്റൻസുകളെയാണ്. അത് മനസ്സിലാവാത്ത കുട്ടികൾക്ക് എന്താണ് ഈ മാർക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് ഏതാണ്? ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെന്ന്. ഇതോ, വേർ ആർ യു ഗോയിങ്? എവിടെയാ പോകുന്നേ? വൈ ഡു യു സ്ലീപ് ഇൻ ദ ക്ലാസ്? വൈ ഡു യു സ്ലീപ് ഇൻ ദ ക്ലാസ്? ക്ലാസ്സിൽ ഉറങ്ങുകയാണോ? നിങ്ങളിത് കേൾക്കുമ്പോൾ ഉറങ്ങുകയാണോ? അപ്പൊ വൈ ഡു യു സ്ലീപ്, എന്താ ഉറങ്ങുന്നേ? ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ എന്തുകൊണ്ട് ഉറങ്ങുന്നു? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രോഗേറ്റീവ് സെൻസ് വളരെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ സെന്റൻസിനെ വിളിക്കുന്നതാണ്.
അടുത്തത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസും വളരെ ഈസിയാണ്. എന്താ വളരെ ഈസിയാണെന്ന് പറയാൻ കാരണം അവിടെ നമുക്ക് സിമ്പിൾ ഉണ്ട്, എക്സ്ക്ലമേഷൻ എംബ്ലം. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഒരു സെന്റൻസിൽ ഈ സിമ്പിൾ കണ്ടാൽ മനസ്സിലാവാം അത് എക്സ്ക്ലമേറ്ററി ആണ്. എന്താ എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ സെന്റൻസ് വിച്ച് എക്സ്പ്രസസ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ഈസ് കോൾഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അതിന്റെ ഷോർട്ട് നാമമാണ് ഇമോഷൻസ്, ഫീലിംഗ്സ്. നമ്മുടെ ഫീലിംഗ്സുകൾ, നമ്മുടെ ഇമോഷൻസുകൾ, നമ്മുടെ വൈകാരികതകളൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്ത് oh my god എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ നോക്ക്, what a beautiful girl, എന്തൊരു സുന്ദരിയായ പെൺകുട്ടിയാണ്. അവിടെ ഒരു ഫീലിംഗ്സ്, ഇമോഷൻസ് ഉണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട്. അതുപോലെ തന്നെ how nicely he sings, എങ്ങനെ ഉഷാറായിട്ട് അവൻ പാടുന്നേ. കണ്ടോ, ഒരു സർപ്രൈസ് ആണ് അവിടെ, ഒരു ഇമോഷൻസ് ആണ് അവിടെ, ഒരു ഫീലിംഗ്സ് ആണ് അവിടെ. ഇത് ഫീലിംഗ്സ് ആണോ, ഇമോഷൻസ് ആണോ, സർപ്രൈസ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പോം വഴി പറഞ്ഞല്ലോ. ഈ സിമ്പിൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവാം അതേതാണ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അസേർട്ടീവ് സെന്റൻസ് മനസ്സിലാവാൻ നിങ്ങൾക്ക് ഈസിയായി. അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം തന്നെ പറയണം, സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. അത് മനസ്സിലാവാനുള്ള പോം വഴിയാണ് സ്റ്റാർട്ടിങ് വിത്ത് സബ്ജക്റ്റ്. നമ്മൾ പുസ്തകത്തിൽ നോക്കണം, എക്സാമ്പിളുകൾ പരിശോധിക്കണം. രണ്ടാമത്തതാണ് ഇംപെരറ്റീവ്. എന്താ ഇംപെരറ്റീവ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് നാമമാണ് കമാൻഡ് ഓർ റിക്വസ്റ്റ്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, സ്റ്റാർട്ടിങ് വിത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വെർബ്. എക്സാമ്പിളുകൾ നോക്കി നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ സെന്റൻസ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് മാർക്സുകൾ ഉണ്ടായിരിക്കും അല്ലെ? ഈ മാർക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാതെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ സെന്റൻസിന് പറയുന്ന പേരാണ് എന്ത്? ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇൻട്രോഗേറ്റീവ്. ഇനി ലാസ്റ്റ് ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ്, ഫീലിംഗ്സ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ ഒരു പോകും വഴി ഞാൻ പറഞ്ഞു തന്നു. ഈ സിമ്പിൾ കാണാൻ പറ്റും, എക്സ്ക്ലമേഷൻ എംബ്ലം കാണാൻ പറ്റും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഇതെല്ലാം നിങ്ങളെ നോട്ട് പുസ്തകത്തിലേക്ക് നിങ്ങൾ എഴുതി വെച്ച് നിങ്ങളെ പുസ്തകത്തിലെ ലാംഗ്വേജ് ആക്ടിവിറ്റീസിലെ പേജ് നമ്പർ 33 നോക്കിയിട്ട് അതിലൊരുപാട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളുകൾ ഏത് സെന്റൻസ് ആണെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ആക്ടിവിറ്റി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.